ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാച്ചിലും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കോമ്പിനേഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു കത്തിരിക്ക അത്യാവശ്യം വലുതാണ്. അതും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് നമ്മുടെ എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-6 ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. ഈ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണേ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് കാച്ചിൽ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ അവിയലിനൊക്കെ അരിയൂലേ, ഇതുപോലെ നീളത്തിൽ അതുപോലെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട ഇതുപോലെയാണ് അരിഞ്ഞ് വെക്കുന്നത്. കുറച്ച് സമയം ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ, കളറൊന്നും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ കത്തിരിക്കയും നീളത്തിൽ ഇതുപോലെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി വെക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇത് ഇടാത്തത്. അല്ലെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമ്മുടെ ഈ കത്തിരിക്ക അരിഞ്ഞതുണ്ടല്ലോ അത് ആദ്യം കൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ കാച്ചിലും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോഴേ ഈ കാച്ചിലൊക്കെ നമ്മൾ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ടല്ലേ, പക്ഷെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നമുക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം മതിയാവും അന്നത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി, ഒരുപാട് സമയത്ത് മിക്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. കാച്ചിലൊക്കെ ഇത്തിരി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വേവാനും പാകത്തിന് മാത്രം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു 2 തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന നമ്മുടെ സംഭവം ഉണ്ടല്ലോ വറ്റൽമുളക്, അത് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളകൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റില്ല. ദാണ്ടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ അടുപ്പത്ത് വെച്ച കാച്ചിലും നമ്മുടെ കത്തിരിക്കയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോഴേക്ക് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു പോകും. ഈ കത്തിരിക്കയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കുഴയണം കേട്ടോ. ആ ഒരു പാകമാണ് ഈ കറിക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു സമയം എത്തുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ചേക്കുന്ന മിക്സും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഇനി ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്കൊരു അല്പം കുറവായിട്ട് തോന്നിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമുക്കപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു 2, 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവുമേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദാണ്ടെ ഒരു 3, 4 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അത് നമ്മുടെ കറിയൊക്കെ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാകം മതിയാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ കാച്ചിലൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. ചോറിന് പിന്നെ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമ്മൾ വിചാരിക്കും ഈ 2 കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് കാച്ചിൽ കിട്ടുമ്പോഴെല്ലാം ഞാനിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമൊന്നും അല്ല. നമുക്ക് ചപ്പാത്തിയുടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാതെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാലോ. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.